ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ റെഡിയല്ലേ? സ്കൂളൊക്കെ തുറന്നില്ലേ? പുത്തൻ പാട്ടുകളും പുത്തൻ കഥകളും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഉറക്കെ പറഞ്ഞോളൂ. ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഇനിയും ഉച്ചത്തിൽ പറഞ്ഞോളൂ. ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. കൂട്ടുകാരെ, എന്താവും കഥ അറിയാമോ? അറിയില്ല അല്ലേ? കൂട്ടുകാർക്ക് യാത്ര പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എങ്ങനെയാണ് യാത്ര പോവുക? അതെ, ബസ്സിലോ കാറിലോ അങ്ങനെ ഏതെങ്കിലും വാഹനങ്ങളിലായിരിക്കും നമ്മൾ യാത്ര പോകുന്നതല്ലേ? ഇവിടെ നോക്കിയേ, ബസ്സും കാറും ഒരു യാത്ര പോവുകയാണ്. കാട്ടിലൂടെ അങ്ങനെയുള്ള മനോഹരമായ യാത്ര. കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അതെങ്ങനെ ചീറിപ്പാഞ്ഞു പോവുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താണ്? നമുക്ക് പഠിക്കാം. കഥയിലൂടെ നമുക്ക് ഓരോ ഭാഗങ്ങളും വ്യക്തമായി പഠിക്കാം. പിന്നെ ഇടയ്ക്ക് ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസും കഥയും ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താണ്? യൂണിറ്റ് ഫസ്റ്റ്, ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ബസ്സിൻ്റെയും കാറിൻ്റെയും കഥയാണ്. നമുക്ക് നോക്കാം. കൂട്ടുകാരെ, ചിത്രം കണ്ടില്ലേ? മനോഹരമായ ചിത്രമാണല്ലേ? അതെ, ചിത്രത്തിൽ എന്തൊക്കെയാണ് കണ്ടത്? എഴുതിക്കോളൂ. ബസ്, കാർ, ട്രീസ്, റോഡ്, ഹെൻ, റേറ്റ്, സ്കൈ. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാമല്ലേ? അതെ. ഇനി നോക്കിയേ, ആക്ടിവിറ്റി ഫസ്റ്റ്, ലെറ്റസ് കളർ ദി പിക്ചർ. ഈ ചിത്രത്തിന് നിറം കൊടുത്തോളൂ. ഹായ്, എന്തു ഭംഗിയാണ്! ഇതെന്താണ് കൂട്ടുകാരെ? ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? യെസ്, ദിസ് ഈസ് എ ബസ്. ഇതെന്താണ്? ഇതൊരു ബസ്സാണ്. BUS, ബസ്. ഇത് ഒരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ഇതെന്താണ്? അതെ, നീല നിറത്തിലുള്ള ഒരു ബസ്സാണ്. ബ്ലൂ ബസ്. BLUE, ബ്ലൂ, നീല നിറം. അടുത്ത് നോക്കിയേ, എന്താണ് ഈ ബസ്സിൻ്റെ പ്രത്യേകത? ദിസ് ഈസ് എ ബിഗ് ബസ്. ഇതെന്താണ്? ദ ബസ് ഈസ് ബിഗ്. ഇതൊരു വലിയ ബസ്സാണ് കൂട്ടുകാരെ. അപ്പം നമ്മളിവിടെ പുതിയ 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ബസ്, ബ്ലൂ, ബിഗ്. ഇവിടെ നോക്കിയേ, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബസ്. എഴുതിക്കോളൂ കൂട്ടുകാരെ. നോക്കിയേ, നമ്മളെ ബസ് ഇങ്ങനെ വരികയാണ്. കണ്ടോ കൂട്ടുകാരെ? റോഡിലൂടെ ചീറിപ്പാഞ്ഞിങ്ങനെ ബസ് പോവുകയായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് ആരാ വരുന്നത്? എ കാർ. എന്താ? ഒരു കാറാണ് വരുന്നത്. കാറിൻ്റെ സ്പെല്ലിംഗ് എന്താ? CAR, കാർ. എന്താ കൂട്ടുകാരെ? CAR, കാർ. ഉറക്കെ പറഞ്ഞോളൂ. കാർ. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണ്. എ റെഡ് കാർ. ഈ കാറിൻ്റെ നിറം എന്താണ്? റെഡ്. RED, റെഡ്. ചുവന്ന നിറമാണ് ഈ കാറിനുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചു ബസ്സിന് ബ്ലൂ കളറാണല്ലേ? നീല നിറത്തിലാണ് ബസ് ഇരുന്നത്. അപ്പോൾ ഇവിടെ കാർ ഇരിക്കുന്നത് ചുവന്ന നിറത്തിലാണ്. ദ കാർ ഈസ് സ്മോൾ. നമ്മുടെ ബസ് വലുതായിരുന്നില്ലേ? അപ്പോൾ
നമ്മുടെ കാറിൻ്റെ പ്രത്യേകത എന്താ? അത് വളരെ ചെറുതാണ്. സ്മോൾ. SMALL. സ്മോൾ. അപ്പോൾ ഇതൊരു കാറാണ്. ഇതൊരു ചുവന്ന നിറത്തിലെ കാറാണ്. ഈ കാറ് വളരെ ചെറുതാണ്. ഒന്നുകൂടെ വായിക്കൂ കൂട്ടുകാരെ. ദിസ് ഈസ് എ കാർ. എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ആക്ടിവിറ്റി 2. വാട്ട്സ് ഹൈഡിങ് ഹിയർ? ഇവിടെ എന്താ ഒളിച്ചിരിക്കുന്നത്? കണ്ടുപിടിക്കാമോ? കണ്ടുപിടിക്കാമല്ലോ. കളർ ദി ഷേപ്സ് വിത്ത് ഡോട്ട്സ് ഇൻ ദം. ഇവിടെ നോക്കിയേ കൂട്ടുകാരി, കുറേ ഡോട്ട്സ് കിടക്കുന്ന കണ്ടില്ലേ? അവിടെ നമുക്ക് നിറം കൊടുത്താലോ? ആരാ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഹായ്, ഒളിച്ചിരുന്നത് ആരാണ്? ഒരു കാറാണല്ലോ. എഴുതിക്കോളൂ. ദിസ് ഈസ് എ കാർ. ആക്ടിവിറ്റി 3. ലെറ്റ് us find out the vehicles. Color them too. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, കുറേ വാഹനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവയുടെ പേരിന് നേരെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അവയ്ക്ക് എന്ത് കൊടുക്കണം? നിറം കൊടുക്കണം. കൊടുത്തോളൂ. ആദ്യത്തേത് ബസ്. BUS. ബസ്. നിറം കൊടുത്തോളൂ. കൊടുത്തു. നെക്സ്റ്റ് ബൈസൈക്കിൾ. BICYCLE. ബൈസൈക്കിൾ. അടുത്താരാ? സ്കൂട്ടർ. SCOOTER. സ്കൂട്ടർ. അടുത്ത് ട്രെയിൻ. ട്രെയിൻ ഇവിടെ ഉണ്ടോ കൂട്ടുകാരെ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നിറം കൊടുക്കണ്ട. അടുത്ത് നോക്കേ, എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നിറം കൊടുക്കണോ? വേണ്ട. അടുത്ത് നോക്കിയേ, ജീപ്പ്. ഇവിടെ ഉണ്ടല്ലോ. നിറം കൊടുത്തോളൂ കൂട്ടുകാരെ. JEEP. ജീപ്പ്. അടുത്ത് നോക്കിയേ, മോട്ടോ ബൈക്ക്. ഇവിടെ ഉണ്ടല്ലോ. നിറം കൊടുത്തോളൂ. MOTORBIKE. മോട്ടോ ബൈക്ക്. അടുത്ത് നോക്കിയേ, ഓട്ടോറിക്ഷ. റിക്ഷ ഇവിടെ ഉണ്ടല്ലോ. നിറം കൊടുക്കാം. AUTORIKSHAW. ഓട്ടോറിക്ഷ. അടുത്ത് നോക്കിയേ, കാർ. CAR. കാർ ഇവിടെ ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല. അപ്പോൾ നിറം കൊടുക്കണ്ടല്ലോ. വേണ്ട. അടുത്ത് നോക്കിയേ, ലോറി. ലോറി ഇവിടെ ഉണ്ടോ? ഇല്ല. അടുത്തോ, ബോട്ട്. ബോട്ട് ഇവിടെ ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല. അപ്പം നിറം കൊടുക്കണോ? വേണ്ട. അടുത്ത് നോക്കിയേ, വാൻ. VAN. വാൻ. വാൻ ഉണ്ടല്ലോ. നിറം കൊടുത്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ വെഹിക്കിൾസിൻ്റെ പേരുകളും അവയെ ചിത്രങ്ങളിലൂടെയും പഠിച്ചു അല്ലേ? അപ്പോൾ കൂട്ടുകാർ ഓരോ ചിത്രങ്ങളും മനസ്സിലാക്കി അവയുടെ പേരുകളും പഠിച്ചു വച്ചിരിക്കണം. ചിലപ്പോൾ കൂട്ടുകാർക്ക് വെഹിക്കിൾസ് തന്നിട്ട് അവയെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയുടെ പേരെഴുതാൻ എക്സാമിന് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വളരെ ഈസിയായി എഴുതാമല്ലോ. അടുത്ത് നോക്കിയേ, ആക്ടിവിറ്റി 4. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? കൂട്ടുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. അതിൻ്റെ ചിത്രം വരയ്ക്കൂ. എന്നിട്ട് അതിന് നിറം കൊടുക്കൂ. ഹായ്, കൂട്ടുകാർക്കിഷ്ടം കാറാണോ? വളരെ ഭംഗിയുണ്ട്. നെക്സ്റ്റ് നമുക്ക് കഥ നോക്കാം. നമ്മുടെ ബസ് പറയുകയാണ്. I'm a bus, I'm a bus, home bus. ഞാൻ ആരാണ്? I'm a bus. ഞാനൊരു ബസ്സാണ്. ഞാനൊരു ബസ്സാണ്. ഹോം ബസ്സാണ്. അപ്പോൾ ബസ് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. The blue bus is on the road. ഈ ബ്ലൂ ബസ് എവിടെയാണ് ഉള്ളത് കൂട്ടുകാരെ? റോഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, കരടിച്ചേട്ടൻ പോലീസാണ്. കരടിച്ചേട്ടൻ ചോദിക്കുകയാണ്, Where is the bus going? ഈ ബസ് എവിടേക്കാണ് പോകുന്നത്? അടുത്ത് നോക്കിയേ, അടുത്ത് വരുന്നത് ആരാ? ഓപ്പോസിറ്റ് വരികയാണ്. I'm a car. Toot car. ഞാനാരാ? ഞാനൊരു കാറാണ്. ടൂട്ട് കാറാണ്. അപ്പോൾ
ബസ് വരുന്നതിന് ഓപ്പോസിറ്റ് മറ്റൊരു വെഹിക്കിൾ വരുന്നുണ്ട്, മറ്റൊരു വാഹനം വരുന്നുണ്ട്. അതെന്താ? കാറാണ്. അതിൻ്റെ പേരെന്താ? ടൂട്ട് ടൂട്ട് കാർ. ദ റെഡ് കാർ ഈസ് ഓൺ ദി റോഡ്. റെഡ് കാറും എവിടെയാണുള്ളത് കൂട്ടുകാരെ? അതെ, ചുവന്ന കാറും റോഡിലാണ് ഉള്ളത്. ആക്ടിവിറ്റി 6. ലെറ്റ് us complete the picture using stickers. കൂട്ടുകാരുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് ഉപയോഗിച്ച് ഈ ചിത്രം പൂർത്തിയാക്കൂ. ഇനി നോക്കി കഥ നോക്കാം. നമ്മുടെ ബസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഐ ഹാവ് എ ഹോൺ, ഹോങ് ഹോങ് ഹോൺ. എനിക്ക് ഹോണുണ്ട്. പി പി പോ നടിക്കാനായിട്ട് ഹോണുണ്ട്. അതെങ്ങനെയാണ്? ഹോങ് ഹോങ് ഹോൺ. എങ്ങനെ? ഹോങ് ഹോങ് ഹോൺ. അപ്പോഴേക്കും നമ്മുടെ കാറ് പറയുകയാണ്, ഐ ഹാവ് ലൈറ്റ്സ്, വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റുണ്ട്, എനിക്ക് പ്രകാശിക്കാൻ കഴിയും. എങ്ങനെയാണ്? വെള്ള നിറത്തിലുള്ള ലൈറ്റുകളാണ് എനിക്കുള്ളത്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഹോണുണ്ട്. ഇറ്റ് സൗണ്ട് ഹോങ് ഹോങ്. അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഹോങ് ഹോങ് എന്നാണ്. ദ കാർ ഹാസ് 2 ലൈറ്റ്. കാറിന് എത്ര ലൈറ്റുകളുണ്ട് കൂട്ടുകാരെ? 2 ലൈറ്റ്സ്. ദേ ആർ വൈറ്റ്. അവ എങ്ങനെയാണ്? അതെ, വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ആക്ടിവിറ്റി 5. Let us match suitably. Draw a line and connect the vehicle and its name. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടുകാർക്ക് ഇവിടെ വെഹിക്കിൾ തന്നിട്ടുണ്ട്, അവയുടെ പേരും താഴെ തന്നിട്ടുണ്ട്. നമുക്ക് ശരിയായവ കൂട്ടിച്ചേർത്ത് വരയ്ക്കാമോ? വരച്ചോളൂ. ഫസ്റ്റ് ഗ്രീൻ ജീപ്പ്, രണ്ടാമതായി റെഡ് സ്കൂട്ടർ, 3 ബ്ലാക്ക് ബൈസൈക്കിൾ, 4 ബ്ലൂ മോട്ടോർ ബൈക്ക്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, കാറും ബസ്സും വളരെ ഫാസ്റ്റായിട്ടാണ് ഓടുന്നത് അല്ലേ? നോക്കി, ബസ് എന്തോ പറയുന്നുണ്ടല്ലോ. ഐ റൺ ഫാസ്റ്റ്. ഞാൻ വരുന്നത് വളരെ വേഗത്തിലാണ്. നമ്മുടെ ബസ് പറയുകയാണ്. അപ്പോൾ കാറും എന്തോ പറയുന്നുണ്ട്. കാറെന്താ പറയുന്നത്? മീ ടു. ഞാനും അങ്ങനെ തന്നെയാണ്, ഞാനും വളരെ വേഗത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് പറയാണ്, ഹേയ് സ്റ്റോപ്പ്. അപ്പോൾ നിർത്തൂ എന്നുള്ള ഒരു സിമ്പല് നമ്മുടെ കരടിച്ചേട്ടൻ കൊടുക്കുകയാണ്. ദ ബസ് റൺ ഫാസ്റ്റ്. ബസ് വളരെ വേഗത്തിലാണ് വരുന്നത്. ദ കാർ റൺസ് ഫാസ്റ്റ്. കാറും എങ്ങനെയാണ് വരുന്നത്? വളരെ വേഗത്തിലാണ് വരുന്നത്. ഇവിടെ ഒത്തിരി മൃഗങ്ങളൊക്കെ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആക്ടിവിറ്റി 7. വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. ഇവിടെ ഈ വെഹിക്കിൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയേ. നമുക്ക് ഈ കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണം പൂർത്തിയാക്കാം. നോക്കിയേ, കാറ് പറയുകയാണ്, ഐ ഹാവ് വീൽസ്. എനിക്ക് ചക്രങ്ങളുണ്ട്. അപ്പോൾ ഹെലികോപ്റ്റർ പറയുകയാണ്, ഐ ടു ഹാവ് വീൽസ്. എനിക്കും എന്തുണ്ട്? വീലുകളുണ്ട്. അടുത്ത ഹെലികോപ്റ്റർ പറയാണ്, ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റുകളുണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ കാർ പറയുകയാണ്, ഐ ഹാവ് എ ഹോൺ. എനിക്ക് ഹോണുണ്ട്. അപ്പോഴത്തേനും എയ്റോപ്ലെയിൻ പറയാണ്, ഹാവ് നോ ഹോൺ. എനിക്ക് ഹോണുകൾ ഇല്ല. ആക്ടിവിറ്റി 8. ലെറ്റ് us complete the sentence. ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കാം. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദ ബസ് ഹാസ് സീറ്റ്. ബസ്സിന് എന്തുണ്ട്? സീറ്റുകളുണ്ട്. ദ ബസ് ഹാസ് സീറ്റ്സ്. ദ ബസ് ഹാസ് ഹോൺ. ദ ബസ് ഹാസ് മിറർ. ബസ്സിന് സീറ്റുണ്ട്, ബസ്സിന് മിററുണ്ട്, ബസ്സിന് ഹോണുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകൾ നമ്മുടെ ബസ്സിന് ഉണ്ട്. ആക്ടിവിറ്റി 8. ലെറ്റ് us complete the sentence. കാറിനുള്ള പ്രത്യേകതകൾ നോക്കിയേ. ദിസ് ഈസ് എ റെഡ് കാർ. ഇതൊരു റെഡ് കാറാണ്, ചുവന്ന നിറത്തിലുള്ള കാറാണ്. ദ കാർ ഹാസ് സീറ്റ്സ്. കാറിനും സീറ്റുകളുണ്ട്. ദ കാർ ഹാസ് വീൽസ്. കാറിന് ചക്രങ്ങളുണ്ട്. ദ കാർ ഹാസ് ഹോൺ. കാറിന് ഹോണുണ്ട്. ദ കാർ ഹാസ് മിറർ. കാറിന് മിററുകളുണ്ട്. അപ്പം നോക്കിയേ കൂട്ടുകാരെ, അങ്ങനെ ചീറിപ്പാഞ്ഞു വന്ന നമ്മുടെ ബസ്സും കാറും എന്താ ചെയ്യുന്നത് നോക്കിയേ. ഹോങ് ഹോങ്, ഹേ കാർ ഗിവ് വേ. അപ്പം നമ്മുടെ ബസ് പറയാണ്, ഹേ കാറേ മാറ്, എനിക്ക് വഴി തരൂ എന്ന് പറയുകയാണ്. ഹോൺ അടിച്ചുകൊണ്ടാണ്
നമ്മുടെ ബസ് ഇത് പറയുന്നത്. കരടിച്ചേട്ടൻ നമ്മുടെ ട്രാഫിക് പോലീസാണ്. പുള്ളി പറയുകയാണ്, കരടിച്ചേട്ടൻ പറയുകയാണ്, സ്റ്റോപ്പ്, നിർത്തൂ. രണ്ടുപേരും വാഹനം നിർത്താനായിട്ട് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കാറ് പറയാണ്, ടൂട്ട് ടൂട്ട് യു മൂവ്. നല്ല ഹോണ് കൊടുത്തിട്ട് പറയാണ്, നീ മാറി നിൽക്ക് എന്ന് ആരോട് പറയുകയാണ്? കരടിച്ചേട്ടനോടും ബസ്സിനോടും ഒക്കെ ആയിട്ട് നമ്മുടെ കാറ് പറയുകയാണ്, മാറി നിൽക്ക്. സ്റ്റോപ്പ് ഷൗട്ട് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഉച്ചത്തിൽ വിളിച്ച് പറയാണ്, സ്റ്റോപ്പ്, നിർത്തൂ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ് എന്ത് ചെയ്തില്ല? നിർത്തിയില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. കാറും എന്ത് ചെയ്തില്ല? നിർത്തിയതേയില്ല. ആക്ടിവിറ്റി 9. വാട്ട് ഡു ദേ സേ? അവരെന്താ പറയുന്നത്? ഹേ കാർ ഗിവ് വേ. അടുത്ത് കാർ അപ്പോൾ പറയുന്നു, ടൂട്ട് ടൂട്ട് യു മൂവ്. അപ്പോൾ കരടിച്ചേട്ടൻ എന്താ പറഞ്ഞത്? സ്റ്റോപ്പ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ലെറ്റ് us complete the sentences. The jeep has no wheels. Next, the lorry has no lights. Next, the bicycle has no seat. The van has no mirror. Activity 11. What will the dog say? എന്താണ് ഈ ഡോഗ് പറയുന്നത്? എ കപ്പ് ഓഫ് ടീ പ്ലീസ്. എനിക്കൊരു ഗ്ലാസ് ചായ തരാമോ? നമ്മുടെ ക്യാറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഡോഗ് ചായയുമായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നായയുടെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴേക്ക് പതിച്ചു. അത് പൊട്ടിപ്പോയി. ക്രാക്ക്. വളരെ ഒരു ശബ്ദത്തോടു കൂടെ അത് പൊട്ടിപ്പോയി. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ ക്യാറ്റ് പറയുകയാണ്, ഇത് നിൻ്റെ തെറ്റാണ്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പോഴത്തേനും നമ്മുടെ ഡോഗ് സോറി പറയുന്നു. സോറി. നെക്സ്റ്റ് നോക്കിയ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കരടിച്ചേട്ടൻ ചാടി മാറിക്കളഞ്ഞു. ബസ്സും കാറും എന്ത് ചെയ്യുന്നു? കൂട്ടി ഇടിക്കുന്നു. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു? കൂട്ടിയിടിച്ചു. നെക്സ്റ്റ്, ഓച്ച് മൈ ഹോൺ. അയ്യോ, എൻ്റെ ഹോൺ പോയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബസ് കരയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കാറും കരയുകയാണ്. എന്തിനാണ്? ഓ മൈ ലൈറ്റ്സ്. എൻ്റെ ലൈറ്റുകളൊക്കെ പോയല്ലോ. രണ്ടുപേരും വളരെ വിഷമത്തിലായി. ദ ഹോൺ ഫെൽ ഡൗൺ. നമ്മുടെ ബസ്സിൻ്റെ ഹോൺ ഇളകി താഴേക്ക് പതിച്ചു. ദ കാർസ് ലൈറ്റ്സ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും എന്ത് ചെയ്തു? താഴേക്ക് പതിച്ചു. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ബസ് ഉറക്കെ പറഞ്ഞു. നോ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ കാർ പറയാണ്, ഇല്ല, ഇതെൻ്റെതല്ല, നിൻ്റെ മിസ്റ്റേക്കാണ്. ദ ബസ് ഈസ് ആംഗ്രി. നമ്മുടെ ബസ്സിന് വളരെ ദേഷ്യം വന്നു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും വളരെയധികം ദേഷ്യം വന്നു. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് ടു. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ പറയാണ്, ഇത് നിൻ്റെയും മിസ്റ്റേക്കാണ്. വാനിൻ്റെയും കാറിൻ്റെയും ഒരുപോലെയുള്ള തെറ്റാണിത്. അപ്പോഴേക്കും നമ്മുടെ ബസ് സാറിനോട് സോറി പറയുകയാണ്. ഐ ആം സോറി സർ. അപ്പോൾ കാറും തിരിച്ച് സോറി പറയാണ്. സോറി സർ. രണ്ടുപേരും ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഹു മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദി റോഡ്? ആരാണ് ഇവിടെ റോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? വാട്ട് ഈസ് ദ പോലീസ് ഓഫീസർ സേ? അതെ, പോലീസ് ഓഫീസർ പറയുകയാണ്, രണ്ടുപേരുടെയും ഒരുപോലുള്ള മിസ്റ്റേക്കാണ് ഈ ഒരു അപകടത്തിന് കാരണം. ഹിയർ ഈസ് യുവർ ഹോൺ. നമ്മുടെ മങ്കി കൊണ്ടുവന്ന് നമ്മുടെ ബസ്സിൻ്റെ ഹോണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിൻ്റെ ഹോൺ ഇതാ. ഹിയർ ഈസ് യുവർ ലൈറ്റ്. നമ്മുടെ പശു വന്നിട്ട് കാറിൻ്റെ ലൈറ്റ്സും ഫിറ്റ് ചെയ്ത് കൊടുത്തു. ദ ഹോൺ ഈസ് റെഡി. ഹോൺ എന്ത് ചെയ്തു? റെഡിയായി. അതുപോലെ ദ ലൈറ്റ് ഈസ് ഓൾസോ റെഡി. ലൈറ്റും റെഡിയായി. ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. ബസ്സും കാറും വളരെ സന്തോഷവരായി. താങ്ക് യു സർ. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ രണ്ടു പേരും സാറിനോട്, പോലീസ് ഓഫീസറിനോടും കൂട്ടുകാരോടും, അതായത് കാട്ടിലെ കൂട്ടുകാരോടും താങ്ക്സ് പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ പോലീസ് ഓഫീസർ പറയുകയാണ്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. നിങ്ങളിത് ആവർത്തിക്കരുത് കേട്ടോ. ബൈ സാർ.
അപ്പോൾ നമ്മുടെ ബസ്സും ബൈ പറഞ്ഞ് പോവുകയാണ്. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? അപ്പോൾ കാറും ബസ്സും ഒരുപോലെ ഫാസ്റ്റ് ആയിരുന്നത് കൊണ്ടല്ലേ അപകടം സംഭവിച്ചത്? അതെ. അപ്പോൾ റോഡിലൂടെയുള്ള അപകടങ്ങൾ വേഗത കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കാനായിട്ട് കഴിയുമല്ലേ? അതെ. നോക്കിയേ കൂട്ടുകാരെ, കാട്ടിലൂടെ പോകുന്ന നമ്മുടെ കാറും ബസ്സും പിന്നെ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക? അതൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ കവിത തന്നിട്ടുണ്ടല്ലോ, വായിക്കാം. Green trees, you are so nice. I'm so happy to see you all. Bluebirds, you are so nice. I'm so happy to see you all. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? പച്ചവൃക്ഷങ്ങളെ, നിങ്ങൾ വളരെ ഭംഗിയുള്ളവരാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തിനാണ്? നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അത് ബ്ലൂ ബേർഡ്സിനോട്, നീല കുരുവികളോട് പറയുകയാണ്. നീലക്കുരുവികളെ, നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ട്. ഞാൻ ഒത്തിരി സന്തോഷവാനാണ്. എന്തിനാണ്? നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 12. നോക്കിയ കൂട്ടുകാരെ, ആഡ് എ ലൈൻ ടു ദി സോങ്. ഈ സോങ്ങിന് ലൈൻ ആഡ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ. Green trees, you are so fine. I am so happy to see you all. Bluebirds, you are so fine. I am so happy to see you all. നെക്സ്റ്റ് നോക്കിയേ കൂട്ടുകാരെ, വേർഡ്സ് ഐ ക്യാൻ റീഡ്. കൂട്ടുകാർക്ക് വായിക്കാൻ കഴിയുന്ന വാക്കുകൾ എന്ത് ചെയ്യണം? സർക്കിൾ കൊടുക്കാം. ബസ്, മൂവ്, ക്രാഷ്, ടയർ, വൺ, റോ, വാൻ, ലോറി, 3, വീൽ, കൗ, സ്റ്റോവ്, സിംഗ്, റെഡ്, കളർ, ഹോം, ലൈറ്റ്, പോലീസ്, ബ്ലാക്ക്, മിസ്റ്റേക്ക്, ഫാസ്റ്റ്, sorry, bell, blue, pink, ready, jeep, run, white, slow. നോക്കിയേ, characters in the story. Put a tick mark against the characters in the story. ഈ സ്റ്റോറിയിലില്ലാത്ത ക്യാരക്ടേഴ്സിന് നേരെ ടിക്ക് മാർക്ക് കൊടുക്കാം. ബസ്, കാർ, ബിയർ, മങ്കി, പോലീസ് ഓഫീസർ. ജീപ്പില്ലല്ലോ, ടിക്ക് മാർക്ക് കൊടുത്തോളൂ. ക്രോ, ടിക്ക് മാർക്ക് കൊടുത്തോളൂ. അടുത്ത് ഗോട്ട്, കൗ, മൗസ്, ഡോഗ്, കാറ്റ്, ഹെൻ, ഡക്ക്, റേബിറ്റ്, പാരറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലില്ലാത്ത ക്യാരക്ടേഴ്സിന് നേരെ എന്ത് ചെയ്തു? നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. ഹണി ഡ്രോപ്പ്, റീഡ് ആൻഡ് റിജോയ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. നോക്കിയ കൂട്ടുകാരെ, ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഒരു മനോഹരമായ കഥയാണ്. നമുക്ക് നോക്കാം. കോഴിയമ്മയുടെ കഥ. കോഴിയമ്മ മുട്ടയിട്ടു. ദേ, നമ്മുടെ എലി അവിടെ ഇരുന്ന് ബൈനോക്കുലർ ഉപയോഗിച്ചത് കാണുകയാണ്. ഹായ്, നല്ല മുട്ടകൾ. ഇന്നത് തട്ടിപ്പറിച്ചെടുക്കണം. ഓ നോ! കോഴിയമ്മ മാറിയ തക്കത്തിന് റേറ്റ് ഓടിച്ചെന്ന് ആ മുട്ട കവർന്നെടുത്തു. ഹേ സ്റ്റോപ്പ്! കോഴിയമ്മ നോക്കുമ്പോൾ റേറ്റ് മുട്ടയുമായി ഓടടാ ഓട്ടം. നിൽക്കടാ അവിടെ. അവൻ പുറകെ ഓടി. അപ്പോഴാണ് റോഡിൽ അപകടം നടക്കുന്നത്. കാറിൻ്റെ ലൈറ്റ് ഊരി നമ്മുടെ റേറ്റിൻ്റെ തലയിൽ ഒറ്റയിടി. ഔച്ച്! അവൻ്റെ ബോധം പോയി കൂട്ടുകാരെ. ഉടനെ അവൻ്റെ കയ്യിൽ നിന്നും മുട്ട എന്ത് ചെയ്തു? തെറിച്ചു പോയി. ഓ മൈ എഗ്! ഓ എൻ്റെ മുട്ട! കോഴിപ്പെണ്ണ് ചാടി പിടിച്ചു. അപ്പോഴേക്കും പൂങ്കോഴി ഓടിയെത്തി. ഇസ് ഇറ്റ് ഓക്കെ? എല്ലാം ശരിയായോ? അതോ മുട്ട ഓക്കെ ആണോ? കം. അപ്പോഴേക്ക് എലിയുടെ ചങ്ങാതിമാരെല്ലാം ഓടി വന്നു. ഓടിവാ, അവനെന്തോ അബദ്ധം കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കോഴിപ്പെണ്ണ് പൂങ്കോഴിയെ ശകാരിച്ചു. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ഇത് നിൻ്റെ തെറ്റാണ്. അപ്പോഴേക്കും പൂങ്കോഴി കോഴിപ്പെണ്ണിനോട് സോറി പറയുകയാണ്. ഐ എം സോറി. അപ്പോഴേക്കും കോഴിപ്പെണ്ണ് പറഞ്ഞു, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, എലിയെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ട്രിപ്പൊക്കെ ഇട്ട് കൊണ്ടുപോവുകയാണ്. കണ്ടോ? വേർ ഈസ് ദി എഗ്? ഡ്രോ ദ സ്യൂട്ടബിൾ പ്ലേസ്. ഓരോ
ഭാഗങ്ങളിലും എക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൂട്ടുകാരൊന്ന് വരച്ചു ചേർക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 1ാമത്തെ യൂണിറ്റ് പഠിച്ചു. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.